തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 മാസക്കാലം നീണ്ടുനിന്ന വളരെ ദീർഘമായ ഒരു പ്രചാരണ കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളെ ഓർത്തെടുത്താൽ വേഗം മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും ചൂടുപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം പിന്നിട്ട് കേരളം നാളെ ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു, വോട്ടെടുപ്പിനൊരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ ഒരു ദിവസത്തിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സവിശേഷത. കേരളം നാളെ ബൂത്തിലേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതുപോലെയുള്ള വിവരങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് കേരളം ബൂത്തിലേക്ക് ജനവിധി രേഖപ്പെടുത്താനായി ഒരു ജനത തയ്യാറെടുക്കുന്നു. നിരവധി വിഷയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് എന്താണ് ഈ ജനവിധിയിലൂടെ വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷ തന്നെയാണ് രാജ്യത്തെ സംബന്ധിച്ച്. അവിടെയാണ് കേരളത്തിൻ്റെ വിധിയെഴുത്ത് നാളെ വോട്ടെടുപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാളെ ബൂത്തിലേക്ക് കേരളം പോകുമ്പോൾ ഇതിന് പോളിംഗ് ബൂത്തുകളൊക്കെ എത്രമാത്രം സജ്ജമായി കഴിഞ്ഞു എന്നതുപോലെയുള്ള വിവരങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഇലക്ഷൻ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് ആ കണക്കുകൾ വരുന്നുണ്ട്. 25,231 ബൂത്തുകളാണ് കേരളത്തിൽ ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ വോട്ടർമാർ ഏതാണ്ട് 2,77,49,159 ആണ്. ഏതാണ്ട് 25,231 ബൂത്തുകളിലായി ഇത്രയേറെ വോട്ടർമാർ നാളെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിൽ തന്നെ സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കിയാൽ സ്ത്രീകൾ 1,43,33,499 എന്നുള്ളതാണ്. 99 കോടി ആ നിലയിലാണ്. 1,43,33,499. ഇനി പുരുഷന്മാരെത്ര, പുരുഷ വോട്ടർമാർ എത്ര എന്ന് നമ്മൾ നോക്കിയാൽ ആ കണക്ക് ഇങ്ങനെയാണ്. 1,34,15,293 എന്നുള്ളതാണ് പുരുഷ വോട്ടർമാരുടെ ആകെ എണ്ണം എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡർ എത്ര, മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന നിലയിൽ നോക്കിയാൽ 367 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ നാളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് ചെയ്യും. ഓരോ തെരഞ്ഞെടുപ്പിലെയും ആകാംക്ഷ എത്രമാത്രം ആദ്യ വോട്ടർമാർ, കന്നി വോട്ടർമാർ എത്തുന്നു എന്നുള്ളതാണ്. അവരുടെ കണക്ക് ദാ ഇങ്ങനെയാണ്. 5,34,394 കന്നി വോട്ടർമാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവരുടെ ആദ്യ വോട്ട്. രാജ്യം ആര് ഭരിക്കണം, രാജ്യത്തിൻ്റെ ഒരു പൊതു സമീപനം എങ്ങനെയാവണം, ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിലനിൽക്കണമോ നിലനിൽക്കേണ്ടതില്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് നടുവിൽ 5,34,394 കന്നി വോട്ടർമാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. 20 ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മൾക്കുള്ളത്. ആ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ സ്ഥാനാർത്ഥികൾ എത്ര എന്ന് നോക്കിയാൽ അത് 194 ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയത്താണ്. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കോട്ടയത്താണ്. അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആലത്തൂരാണ്. കോട്ടയത്ത് 14 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആലത്തൂരിൽ 5 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. LDF, UDF, BJP, LDF, UDF, NDA അവിടെ BDJs ആണ്. അപ്പോൾ ആ 3 LDF, UDF, NDA കഴിഞ്ഞ് 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് അധികമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായുള്ളത് ആലത്തൂരിൽ. 5, കോട്ടയത്ത് 14. ഇതാണ് ആകെയുള്ള 194 സ്ഥാനാർത്ഥികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് 25 ആണ്. പുരുഷന്മാർ 169. സ്ത്രീകൾ 25, പുരുഷ സ്ഥാനാർത്ഥികൾ 169. ഇതാണ് അതിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പോളിംഗ് ബൂത്തുകൾ എത്ര എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ക്ലാസ്സുകളുമൊക്കെ കഴിഞ്ഞ് പോളിംഗ് സാമഗ്രികളൊക്കെ ഏറ്റുവാങ്ങി ഇന്ന് അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അങ്ങനെ 66,303 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇനി അതിലേക്ക് വരുന്ന സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കിയാൽ കേന്ദ്ര സേനാംഗങ്ങൾ 4,467 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് ഇവിടത്തേക്ക് സേവനത്തിനായി വരുന്ന തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പോലീസുകാർ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 1,500. കേരള പോലീസിൻ്റെതാണ് ഏറ്റവും വലിയ എണ്ണം. കേരള പോലീസ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മറ്റുമായി കേരളം ആകെ വിന്യസിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് 60,453 എന്നുള്ളതാണ്. കേരള പോലീസ് സേനാംഗങ്ങളുടെ എണ്ണമാണ് ഈ സൂചിപ്പിച്ചത്. 60,453 എന്നുള്ളത്.